കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇന്ത്യൻ ജനതയുടെ വിജയമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. രാജ്യത്തിന്റെ ഒത്തൊരുമയാണ് വിജയത്തിന് പിന്നിലെന്ന് എം പി പറഞ്ഞു. സമരത്തെ തകർക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ശ്രമിച്ചു. അതൊന്നും സമരത്തിന്റെ ആവേശത്തെ കെടുത്താൻ സാധിച്ചില്ല. ഒത്തൊരുമയോടെ ബി.ജെ.പി. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ പോരാട്ടം തുടരണമെന്ന് രാധാകൃഷ്ണൻ പാലക്കാട്ട് വാർത്താലേഖകരോട് പറഞ്ഞു. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഒന്നായി പോരാടണം. എങ്കിൽ മാത്രമേ വരും നാളുകളിലും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ സമരങ്ങൾ വിജയത്തിലെത്തിക്കാനാകൂ എന്നും രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. കേവലം പാർലമെന്റിൽ മാത്രമല്ല, പാർലമെന്റ് പുറത്തും വലിയ സമരങ്ങൾ നടക്കുന്നുണ്ടായി. ആ സമരത്തെല്ലാം നാം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ്. ആ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വന്നതിൻ്റെ ഫലമായിക്കൊണ്ടാണ് മന്ത്രിയെ രാജിവെപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2014 ശേഷം ബി.ജെ.പിക്ക് അല്ലെങ്കിൽ ബി.ജെ.പി. ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രകടനമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ പുല്ലുവില പോലും കൽപ്പിക്കാതെ പോകുന്ന ഒരു നിലപാടാണ് നാളിതുവരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. നമുക്കറിയാം, വിദ്യാർത്ഥികളും യുവാക്കളുടെ സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടത്. ശത്രുസൈന്യത്തോട് കാണിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് ജനാധിപത്യപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഗവൺമെൻറ് സ്വീകരിച്ചത് നിലപാട്. അതിർത്തിയിൽ നമ്മുടെ അതിർത്തിയെ സംരക്ഷിക്കേണ്ട പട്ടാളത്തെ അടക്കം വിളിച്ചു വരുത്തി നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയാണ് വിനിയോഗിച്ചത്. നമുക്കറിയാം, ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെയും വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ആ അവസ്ഥയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ജനതയുടെ ആകെ വിജയമാണ്. പലപ്പോഴും സമരങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത ചിന്തയിലേക്കും അല്ലെങ്കിൽ വർഗീയ വിഭജനത്തിലേക്കുമൊക്കെ തന്നെ തിരിച്ചുവിടുക എന്ന സമീപനമാണ് നാളിതുവരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടത്. UTV ന്യൂസ്, പാലക്കാട്.